SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 3-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2026 ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ AN പ്രമോദ്. തൃശൂർ സ്വദേശിയാണ് വൈസ് അഡ്മിറൽ AN പ്രമോദ്. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിൽ നാവികസേനയുടെ തയ്യാറെടുപ്പുകൾക്കും ആസൂത്രണത്തിനും നേതൃത്വം നൽകി. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നത് എത്രാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്? 23ാമത്. 11 ദിവസത്തെ കായികമേളയിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലങ്ങളും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 70 സ്വർണമടക്കം 171 മെഡലുകൾ നേടിയ ഓസ്ട്രേലിയ 1ാമതെത്തി. ഇംഗ്ലണ്ട് 2ാം സ്ഥാനത്തും കാനഡ 3ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന 2 പ്രതിഭാസങ്ങൾ എൽ നിനോ, IOD. എൽ നിനോ പസഫിക് സമുദ്രത്തിലെ പ്രതിഭാസവും IOD ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതിഭാസവുമാണ്. ദേശീയ അവയവദാന ദിനം, ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 3. 1994 ഓഗസ്റ്റ് 3-ന് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. പസഫിക് രാഷ്ട്രമായ നൗറോ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്ന പേര് റിപ്പബ്ലിക് ഓഫ് നവേറോ. ഗോത്രഭാഷയിലെ നവേറോ എന്ന പരമ്പരാഗത ഉച്ചാരണ ശൈലിയാണ് രാജ്യം വീണ്ടെടുത്തത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യം അനാഫിലിസ് റോസ്മാരിനി ഫോളിയ. സൂര്യകാന്തി ചെടികൾ ഉൾപ്പെടുന്ന അസ്റ്റേറേസി കുടുംബത്തിലെ അംഗമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം, മുഗൂർത്തി ദേശീയോദ്യാനം എന്നിവിടങ്ങളിലെ പുൽമേടുകളിലാണ് ഇവയുടെ സാന്നിധ്യമുള്ളത്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സൗഹൃദവും സ്ത്രീ സൗഹൃദവും സുരക്ഷിതവും ആക്കാനായി നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രീൻ മാർഷൽസ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കൽ, ശുചിത്വ പരിപാലനം, സന്ദർശകർക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകൽ, പൊതുസൗകര്യങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കൽ എന്നിവയാണ് ഗ്രീൻ മാർഷൽസിന്റെ ചുമതലകൾ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ വിൻസെന്റ് പാസ്റ്റോർ. ദി സോപ്രാനോസ് ടെലിവിഷൻ പരമ്പരയിലൂടെ ശ്രദ്ധേയനായ ഹോളിവുഡ് നടനായിരുന്നു വിൻസെന്റ്. രാജ്യസുരക്ഷയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തി ഇക്കൊല്ലത്തെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. ഇന്ത്യയുടെ വിദേശ നയം ശക്തമാക്കുന്നതിലും നരേന്ദ്രമോദി സർക്കാരിന്റെ ദേശീയ സുരക്ഷാ തീരുമാനങ്ങളിലും അജിത് ഡോവൽ നിർണായക പങ്കുവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ എക്സിബിഷൻ ഹാൾ ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? ഷാജി N കരുൺ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു പ്രശസ്ത ചലച്ചിത്രകാരൻ ഷാജി N കരുൺ. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.